ടി എൻ പ്രതാപൻ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, വർഷങ്ങളായി കാതിക്കുടത്തെ കമ്പനിക്കെതിരെ അതിൻ്റെ മലിനീകരണത്തിനെതിരെ സമരം നടക്കുന്നുണ്ട്. ഇന്നലെ കളക്ടർ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് പൈപ്പ് എടുത്തു മാറ്റാനുള്ള സമയപരിധി അവസാനിച്ചതിന് ശേഷം സമാധാനപരമായി നടന്നൊരു സമരത്തിന് നേർക്ക് അതിക്രൂരമായ പോലീസ് ലാത്തിചാർജ് നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലാത്തിചാർജ് മാത്രമല്ല, ജനങ്ങളുടെ വീടുകളിൽ കയറി പോലീസ് ഭക്ഷണം വരെ എടുത്ത് മണ്ണിലെറിയുന്ന സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഭരണകക്ഷി ഇതിനോട് പ്രതികരിക്കുക? ഈ പോലീസ് നരനായാട്ടിനെ ഏത് വിധത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഭരണകക്ഷിക്ക് കഴിയുക? ആദ്യം പറഞ്ഞതിൽ ഒരു ക്യാരക്ടർ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കട്ടെ. കളക്ടർ പൈപ്പ് എടുത്ത് മാറ്റുന്നതിന് സമയപരിധി നിശ്ചയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കളക്ടർ അങ്ങനെ പൈപ്പ് എടുത്ത് മാറ്റുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. സമരസമിതിയാണ് പൈപ്പ് എടുത്ത് മാറ്റുന്നത് പ്രഖ്യാപിച്ചുള്ളത്. കളക്ടർ അവിടെ ഞങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന മാനിട്ട് അവിടെയുള്ള പൊള്യൂഷൻ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മലിനീകരണ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ശാസ്ത്ര സാങ്കേതിക സമിതിയെ നിയമിച്ചിട്ടുള്ളതാണ് എന്ന കാര്യം ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിക്കാം. ഇന്നലെ പോലീസ് നടത്തിയിട്ടുള്ളത് അതിക്രൂരമായ മർദ്ദനമാണ്. ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് ശ്രീ ടി എൻ പ്രതാപൻ, നിറ്റ ജെലാറ്റിൻ കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണം എത്രയാണ്? അതിൽ എത്ര നാട്ടുകാരുണ്ട്? ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും കമ്പനി അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് പ്രകാരം മാനേജ്മെന്റ് അടക്കം 127 തൊഴിലാളികളാണുള്ളത്. ഇവരിൽ 30 പേർ മാത്രമാണ് നാട്ടുകാരായിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരും ദിവസക്കൂലിക്കാരാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും തൊഴിൽ സംരക്ഷണവും എന്ന് പേര് പറഞ്ഞ് ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളെല്ലാം തന്നെ കമ്പനിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത്. താങ്കൾ പ്രതിനിധീകരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിട്ടും സുതാര്യമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കാനോ അതിന് താൽക്കാലികമായെങ്കിലും തടയിടാനോ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന് ഇപ്പൊ 2 ദിവസമായി ഒരു സർക്കാരിന്റെ കാലത്തുള്ള പ്രശ്നമില്ല. ഈ കമ്പനി 3 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരണപ്രദേശത്തിന് തക്കമല്ല. ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജനമാലിന്യം പൂർണ്ണമായും ചാലക്കുടി പുഴയിലേക്ക് എടുക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടിക്കുന്നത് ചാലക്കുടി പുഴയിൽ നിന്നും എടുക്കുന്ന വെള്ളം ആണ്. അത് ചാലക്കുടി പുഴയെ പൂർണ്ണമായും മാലിന്യവൽക്കരിക്കപ്പെടുകയാണ്. അതുകൂടാതെ കമ്പനിക്ക് പ്രദേശത്ത് ചുറ്റും വായു മലിനീകരണം അതിരൂക്ഷമാണ്. അങ്ങനെ മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്ന ശാസ്ത്രവിദ്യകൾ, സാങ്കേതിക വിദ്യകൾ പരിഷ്കൃതമായ ലോകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും മലിനീകരണം തടയാതെ ഒഴിവാക്കാതെ ഈ കമ്പനി പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. പൂർണ്ണമായും മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കമ്പനി എടുക്കണം. കാരണം 100,000 കോടി രൂപയാണ് ഈ കമ്പനി ഒരു വർഷം ലാഭം. ശ്രീ ടി എൻ പ്രതാപൻ, ആരോഗ്യ വകുപ്പ് എന്താണ് പ്രദേശവാസികളോട് പറഞ്ഞത്? കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിൽ കുമ്മായം ഇട്ട് കുടിച്ചോളാനാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ അധികൃതർ പറയുന്നത് കിണർ വെള്ളത്തിൽ ക്ലോറിൻ ഇട്ട് കുടിക്കാനാണ്. ഇങ്ങനെ ഒരു നാട്ടിലെ വായുവും വെള്ളവും മണ്ണും എല്ലാം മലിനമാക്കപ്പെട്ട് അവിടെ നാട്ടുകാർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അർബുദം പോലെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്നു. ഒരു പ്രദേശമാകെ മലീമസമാക്കപ്പെടുന്നു. എന്നിട്ടും വളരെ ചുരുങ്ങിയ തൊഴിലാളികൾ മാത്രമുള്ള ഒരു കമ്പനിയെ നിലനിർത്തുന്നതിൽ എന്തിനാണ് ഇത്ര ശാഠ്യം സർക്കാരിന്? കമ്പനിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനാവശ്യമായി ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരുടെയും ഡിമാൻഡ്, ഞങ്ങളെല്ലാവരും ഈ സമരവുമായി ബന്ധപ്പെട്ടതിന് ആവശ്യമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിൽ അടച്ചുപൂട്ടത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല. എല്ലാവരും മറ്റു പലരും പറയുന്നത് പോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയല്ല ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഡിമാൻഡ് ഇതിനകത്ത് പൂർണ്ണമായും മാലിന്യം വിമുക്തമാക്കണം. അവിടെ വെള്ളം സംസ്കരിച്ച് അല്ലെങ്കിൽ വെള്ളം ശുദ്ധീകരിച്ച് അവിടെ തന്നെ ആ വെള്ളം താലപ്പൊലി പുഴയിലേക്ക് വിടാൻ പാടില്ല. ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം വായു മലിനീകരണം വളരെ ഗുരുതരമാണ്. അതേപോലെ തന്നെ ആ പ്രദേശത്ത് മലിനീയ മലിനീകരണം നടന്നു വരുന്നത്. മലിനീകരണം വിമുക്തമാക്കിക്കൊണ്ട് കേരളത്തിൽ എവിടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവരെയും നമ്മളാരും എതിരില്ല, നമ്മളാരും എതിർക്കുന്നുമില്ല. പക്ഷേ മലിനീകരണത്തിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും മലിനീകരണ നിയന്ത്രണം. താങ്കളുടെ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറുണ്ട്, തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, കമ്പനി മലിനീകരണ വിമുക്തമാക്കണം എന്ന നിലപാടാണ് ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തീരുന്നതാണോ പ്രശ്നം? നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ കമ്പനി മലിനജലം പുറത്തേക്ക് വിടുന്നില്ല എന്ന് ഉറപ്പാക്കിയത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുമോ? അല്ല, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകത്ത് ഉപേക്ഷിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്.
17 വർഷം മുമ്പ് ജപ്പാനിൽ ഇത് നിരോധിച്ചത് കൊണ്ടാണ് ഇത് കേരളത്തിൽ വന്നത്. കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ പിന്നെ എന്ത് വന്നാലും നമ്മൾ സ്വീകരിക്കും. ഇത്രയും വിഷലിപ്തമായ ഒരു ടെക്നോളജി, ആ ടെക്നോളജിയുടെ ഫലം അതിപ്പോൾ എന്തുകൊണ്ട് നിരോധിച്ചതെന്നൊക്കെ അറിയാം. അതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്, വൻ ലാഭം ഇവിടെ വരുന്നുണ്ട്. ആ ലാഭത്തിൻ്റെ പങ്ക് ഈ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ പങ്കുവെച്ച് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട്, അവരാണ് അതിനെ പിൻവാങ്ങുന്നത്. അതൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് മലിനീകരണം ഒഴിവാക്കി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്കുള്ള പൈപ്പ് എടുത്ത് മാറ്റിയാൽ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനം നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടിയെ പോലെയുള്ള ആളുകൾ പൈപ്പ് എടുത്ത് മാറ്റരുതെന്ന് പറയുന്നത്. ഞങ്ങൾ ശുദ്ധജലം ചാലക്കുടി പുഴയിലേക്ക് വിടുന്നു. ചാലക്കുടി പുഴയിൽ വരുന്ന ശുദ്ധജലം മുഴുവൻ നിറ്റാജലായിട്ടും വിടുന്നതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പ്രശ്നം എന്താ വെച്ചാൽ ഇത് മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വ്യക്തിപരമായി ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വായു മലിനീകരണവും ജലമലിനീകരണവും ഇവർ വൻതോതിൽ നടത്തുന്ന കമ്പനിയാണ്. അല്ലെങ്കിൽ ഇവരുടെ സാങ്കേതിക വിദ്യ മുഴുവനായി മാറ്റേണ്ടി വരും. അതിനുവേണ്ടി ഇവരുടെ പണം കുറെ മുടക്കേണ്ടി വരും. അങ്ങനെ ഈ പാവപ്പെട്ട കമ്പനി പണം മുടക്കേണ്ട, നാട്ടുകാർ സഹിച്ചോട്ടെ എന്ന് നിലപാടുള്ളതുകൊണ്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പൈപ്പെടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ, പൈപ്പെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ശ്വാസ പൈപ്പെടുത്ത് മാറ്റുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഈ കമ്പനി പൂട്ടുക എന്ന് തന്നെയാണ്. ഇത് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മലിനീകരണം ഒഴിവാക്കി കമ്പനി പ്രവർത്തിക്കണം എന്ന് നമ്മൾ വാദിക്കുമ്പോൾ അവരതിനെ എതിർക്കുന്നതിൻ്റെ കാരണം മലിനീകരണം ഒഴിവാക്കിയാൽ ഈ കമ്പനി ഒരുപക്ഷെ വളരെ നഷ്ടത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ഒരു ലാഭം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾ എത്ര നിഷ്ഠൂരമായാണ്. നിഷ്ഠൂരം ഇന്നലെ മർദ്ദനം മാത്രമല്ല, മർദ്ദനം ഇന്നലെ ഒരു ദിവസത്തെ കാര്യമാണ്. 30 വർഷമായി മാലിന്യം സഹിക്കുന്ന ഒരു ജനതയോട് ഇത്രയ്ക്കും നീതിയില്ലാതെ പെരുമാറാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ പോലും, ഞാൻ പറയുന്നു, ഇപ്പോൾ പോലും ഭരണകൂടത്തിൽ നിന്ന് പോസിറ്റീവായി, ഇപ്പോൾ അത് ഭരണകക്ഷിയെന്ന് ഞാൻ പറയുന്നില്ല, ഭരണപ്രതിപക്ഷങ്ങളിൽ നിന്ന് ഒരു ന്യായം ഈ ജനതയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ അത്ര സമരം ചെയ്തില്ലെങ്കിൽ. പക്ഷേ ഇന്നലത്തെ മർദ്ദനത്തോടുകൂടി കാര്യങ്ങൾ കൂടുതൽ പൊതു സമൂഹത്തിന് വെളിവായി. പാവപ്പെട്ട അവിടുത്തെ സ്ത്രീകളടക്കമുള്ള ആളുകളെ മർദ്ദിക്കുന്നു, വീടുകളിൽ കയറി മർദ്ദിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞങ്ങളൊക്കെ 3:15 വരെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. 3:15 ശേഷം ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് 3:30 കഴിഞ്ഞിട്ടാണ് അവിടെ അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ പുറത്തുള്ള മുഴുവൻ ആളുകൾ പോയി, മാധ്യമങ്ങൾ പോയി. എന്നിട്ട് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളെ അവർ അടിക്കുന്നത്, പനിലിനെയോ ജയ്സണെയോ അല്ലെങ്കിൽ ജയനെയോ അതുപോലെയുള്ള ആളുകളെ അവർ അടിക്കുന്നത് നന്നായി അറിയാവുന്ന ആളുകളെയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുക, ഇത് ഭരണകൂടം അറിഞ്ഞിട്ട് ചെയ്യുന്നൊരു പണി തന്നെയാണ്, അറിയാതെ ഏതോ ഒരു ഇവർക്ക് ചെയ്യുന്നൊരു പണിയല്ല. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ താല്പര്യം ഈ കമ്പനി ഇതുപോലെ മലിനീകരണത്തോട് പ്രവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നേരത്തെ CR നീലകണ്ഠൻ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് ചാലക്കുടി പുഴയുടെ ഹൃദയഭാഗത്തേക്ക് തള്ളി വന്നിരിക്കുന്ന കമ്പനിയുടെ പൈപ്പ് 2 കോടി ലിറ്റർ വെള്ളം ഉപയോഗിക്കുകയും ആ ഉപയോഗത്തിന് ശേഷം മലിനീകരിക്കപ്പെട്ട ജലം പുഴയിലേക്ക് തള്ളുകയും ചെയ്യുന്ന സ്ഥിതി, പൈപ്പ് പൊട്ടി രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ പുറത്തു വരുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടായിട്ടും കോടതി വിധിയുടെ പിൻബലത്തിൽ, ഭരണകൂടത്തിന്റെ പിൻബലത്തിൽ വീണ്ടും കമ്പനി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കോടതിയുടെ വിധി അനുകൂലമായി കമ്പനിക്ക് ഉണ്ടാകുന്നു. അതേസമയം പഞ്ചായത്തിന് കമ്പനി കൊടുത്തിട്ടുള്ള എല്ലാ ഉറപ്പുകളും ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു ജനതയുടെ മുഴുവൻ കുടിവെള്ളത്തിലേക്കും അവന്റെ ജീവിക്കാനുള്ള ശുദ്ധവായുവിലേക്കും ഇത്ര കണ്ട് രൂക്ഷമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ മാലിന്യം ഉണ്ടാക്കുമ്പോൾ അത് പഠനങ്ങൾ വരെ വ്യക്തമായി തെളിയിക്കുന്നു. ഇത് ഒരു വൈകാരികമായ സംഭാഷണമല്ല, മറിച്ച് ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പഠനങ്ങൾ അത്യാവശ്യമല്ല. പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പഠനങ്ങൾ അത്യാവശ്യമായതുകൊണ്ട് അത്തരം പഠനങ്ങളെല്ലാം തിരിച്ചു വരാം. ശ്രീ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ, കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണം, അതിലുള്ള നാട്ടുകാരുടെ എണ്ണം, ആ നാട്ടുകാർക്ക് തന്നെ ദിവസക്കൂലിക്ക് ആണ് ജോലി എന്ന വസ്തുത, ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ട്രേഡ് യൂണിയനുകൾ എന്തിനാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇത്രമാത്രം വാദിക്കുന്നത്? എന്ത് ഉൽപ്പന്നമാണ് ഈ കമ്പനി ജനങ്ങളുടെ ക്ഷേമത്തിനായി നൽകുന്നത്? ഞാൻ ഇതിലേക്ക് പിന്നെ വരാം. അനിൽകുമാർ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക്, നേരത്തെ പറഞ്ഞൊരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം. അനിൽകുമാർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അനിൽകുമാറിൻ്റെ വീട് ആ കമ്പനിയുടെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു. അനിൽകുമാർ ആ കമ്പനിയിൽ നിന്ന് ജോലി VRS മേടിച്ച് പോയതിന് ശേഷം അനിൽകുമാർ 2-3 കിലോമീറ്റർ അകലെ സ്ഥലം മേടിച്ചു. അവിടെ വീട് വച്ചില്ല, വീണ്ടും കമ്പനി പരിസരത്ത് തന്നെ വന്ന് താമസിച്ചു. ഇപ്പോൾ ആ വീട് വിറ്റു.
വീണ്ടും കമ്പനിക്ക് അടുത്ത് തന്നെയാണ് ഇപ്പോൾ അനിൽകുമാർ വീട് വയ്ക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ നാട്ടിൽ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ശ്വാസതടസ്സം അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അനിൽകുമാർ വീണ്ടും ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് ഈ കമ്പനിയുടെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കണം? അതിന് അനിൽകുമാർ എന്ന് മറുപടി പറയണം. പിന്നെ ചോദിച്ചത് അവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത്ത് അവിടെ ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ട് ഏകദേശം 400ഓളം തൊഴിലാളികളുണ്ട്. ഈ പറഞ്ഞ 140 പെർമനൻറ്റ് എംപ്ലോയീസും അതേപോലെ 30 മാനേജ്മെൻറ്റ് സ്റ്റാഫും. ബാക്കി കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ സ്ഥിര സ്വഭാവമുള്ള ജോലികൾ തന്നെ അവിടെ പ്ലാനിനോട് ബന്ധപ്പെട്ട ജോലികൾക്കൊക്കെ ആയിട്ട് 10, 300, 400 തൊഴിലാളികൾ അവിടെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. തിരിച്ചു വരാം. ശ്രീ TN പ്രതാപൻ, താങ്കൾ മറുപടി പറയേണ്ട ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം, ഒരു കമ്പനി, ഇവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്, പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, പൈപ്പ് പൊട്ടി പുറത്തു വന്നിട്ടുള്ള മാലിന്യങ്ങളിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. പല പഠനങ്ങളിലും പുഴയും അതുപോലെ വായുവും മണ്ണുമെല്ലാം ഒരുപോലെ മലിനമാക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അർബുദം പോലെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്നു എന്നത് വസ്തുതയാണ് എന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാതെ പോകുന്നത്? ഹരിത MLA-മാർ എന്ന ഗ്രൂപ്പിൽപ്പെട്ട താങ്കൾക്ക് ഇക്കാര്യം സർക്കാരിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഈ കാര്യം സർക്കാരിന് പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സമരത്തിന്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ന്യായമായ ആവശ്യത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഒന്ന്, കമ്പനിക്ക് ഗ്രാമപഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം. ആ പ്രദേശത്തെ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ലൈസൻസ് കൊടുക്കാത്തൊരു സ്ഥാപനത്തിന് ഹൈക്കോടതി ലൈസൻസ് കൊടുത്തത് തന്നെ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയാണ്. ഇത്തരം കാര്യങ്ങളിൽ കോടതി ജനവികാരം മാനിച്ചുകൊണ്ടല്ല പലപ്പോഴും കോടതികൾ തീരുമാനമെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല എന്താ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല എന്ന് പറയുന്നത് മലിനീകരണം തടയാൻ വേണ്ടിയാണ്. മലിനീകരണമുള്ള ഒരു സ്ഥാപനത്തിന് അതിന്റെ മാനേജ്മെന്റ് തന്നെ കഴിഞ്ഞ ദിവസം തൃശൂർ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ വായു മലിനീകരണം ഉണ്ടെന്ന് മാനേജ്മെന്റ് MP തന്നെ യോഗത്തിൽ സമ്മതിക്കുകയുണ്ടായി. അല്ല, മലിനീകരണം ഇല്ല എന്ന് പറയുന്നത് INTUC തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ TN പ്രതാപൻ. താങ്കൾ കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞോട്ട് എന്റെ ഒന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി കൊടുത്തത് 100% തെറ്റാണ്. ആ അനുമതി കൊടുത്തത് നിർബന്ധമായും അത് പുനഃപരിശോധിക്കണം. മാത്രമല്ല, ജലസേവന വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് ചെയർമാനായ നിങ്ങളുടെ നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റി, ജലസേവനവുമായി ജലയുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റി കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാന്റെ സാന്നിധ്യത്തിൽ തന്നെ അസംബ്ലിയുടെ കോംപ്ലക്സിൽ കൂടി യോഗത്തിൽ വെച്ച് ചാലക്കുടി പുഴയിലേക്ക് യാതൊരു കാരണവശാലും ഈ കമ്പനിയിൽ മലിനജലം വിടാൻ പാടില്ല എന്ന് അടക്കം തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഇത്രയും ഗുരുതരമായ മാലിന്യം ഉള്ള ഒരു സ്ഥലം മലിനമുണ്ടെന്ന് സമ്മതിക്കുന്ന കമ്പനിയുടെ MD പോലും വായു മലിനീകരണമുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിന് ലൈസൻസ് കൊടുക്കുക മലിനീകരണ നിയന്ത്രണ ബോർഡിനെയാണ് ആദ്യം പ്രതിക്കൂട്ടി നിർത്തേണ്ടത്. അതേപോലെ തന്നെയാണ് പഞ്ചായത്തിന് ലൈസൻസ് കൊടുക്കാതെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്ത കോടതിയെ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുന്നു. കോടതി ഈ ജനങ്ങളുടെ വികാരവും ന്യായവും കാണാതെ പലപ്പോഴും പോകുന്നത് ദുഃഖകരമാണ് എന്ന് പറയും. അതുകൊണ്ട് ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഇത്തരത്തിൽ മാലിന്യ വിമുക്തമാകാതെ ആ കമ്പനി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും കടുത്ത സ്റ്റാൻഡ്.